അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2025 8ാം ക്ലാസ്സിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ തിലാവത്തുൽ ഖുർആൻ ആൻഡ് ഹിഫ്ളുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് നോക്കി ഓതാനുള്ളത് സൂറത്തുൽ ബഖറയിലെ 120ാമത്തെ ആയത്ത് മുതൽ 124ാമത്തെ ആയത്ത് വരെയാണ് അന്ന് നോക്കി ഓതാൻ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതുപോലെ മറ്റൊരു ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഹിഫ്ളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഹിഫ്ളിൽ പഠിക്കാനുള്ളത് സൂറത്തുൽ മുൽക്കാണ്. തബാറക്കല്ലദി തബാറക സൂറത്ത് എന്നൊക്കെ പറയുന്ന സൂറത്തുൽ മുൽക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് 3 യാസീനിൽ നിന്നുള്ള ചോദ്യമുണ്ട്, പിന്നെ അത്തഹിയാത്ത് ചോദിച്ചിട്ടുണ്ട്, ഹദ്ദാദ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഉണരുമ്പോഴുള്ള ദിക്ർ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വാഹനം കയറുമ്പോഴുള്ള ദിക്ർ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ചോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ, ആർക്കൊക്കെ ഇതൊക്കെ ചൊല്ലാൻ കിട്ടുന്നുണ്ട് എന്നൊക്കെ പരീക്ഷണം നടത്താനും വേണ്ടിയിട്ടാണ് ഈ ദിക്റുകളൊക്കെ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ 1ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് സൂറത്തുൽ മുൽക്കിൽ നിന്ന് തുമ്മർജിഇൽ ബസറ കറത്തൈനി, അങ്ങനെ അദാബ സഈർ വരെ ഓതി കൊടുക്കുക എന്നുള്ളതാണ്. 2ാമത് തക്കാദു തമയ്യസു മിനൽ ഗൈള്, അങ്ങനെ ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഇനി 3ാമത്തതോ വ അസിറു ഖൗലകും വിജ്ഹറൂ ബി, അങ്ങനെ വ ഇലൈഹിൻ നുശൂർ വരെ എന്ത് ചെയ്യണം, ഓതി കൊടുക്കണം. പിന്നെ യാസീനിൽ നിന്നുള്ള 3 ചോദ്യമാണ്. 4ാമത്തേതാ ഇന്ന ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ, അങ്ങനെ പോന്നിട്ട് ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതി കൊടുക്കണം. പിന്നെ സൂറത്ത് യാസീനിൽ നിന്നുള്ള വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി, അങ്ങനെ ശൈഅൻ വലാ യുൻഖിദൂൻ. അതിൽ 3ാമത്തത് വജഅൽനാ ഫീഹാ ജന്നാത്തിൻ, അങ്ങനെ മുതൽ അഫലാ യഷ്കുറൂൻ വരെ എന്ത് ചെയ്യുക, ഓതി കൊടുക്കുക എന്നുള്ളതാണ് 6ാമത്തെ ചോദ്യം. ഇനി നമുക്ക് അത്തഹിയാത്താണ് ചൊല്ലി കൊടുക്കുക. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, എന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കുകയാണ്. ഓക്കെ, അത്തഹിയാത്ത് ചൊല്ലി കൊടുക്കുക. പിന്നെ ഹദ്ദാദത്തെ ദിക്റാണ് യാ ഖവിയ്യു യാ മതീൻ ഇക്ഫി ശർറൽ ളാലിമീൻ, അങ്ങനെ അസ്സലാഹു ഉമൂറൽ മുസ്ലിമീൻ സറഫല്ലാഹു ശർറൽ മുഅ്ദിൻ, അതുവരെ ചൊല്ലി കൊടുക്കണം. നമ്മൾ ഹദ്ദാദ് പതിവാക്കുന്നവരാണ്, നമുക്കറിയാം, അതുകൊണ്ട് ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. പിന്നെ ഉണരുമ്പോഴുള്ള ദിക്റാണ്, നമ്മൾ ഉറങ്ങി എണീറ്റാ ചൊല്ലേണ്ട ദിക്റുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ മാതനാ വ ഇലൈഹിൻ നുശൂർ, പതിവാക്കുന്നതായതുകൊണ്ട് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. പിന്നെ വാഹനം കയറുമ്പോഴതാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ആ ദിക്റാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചൊല്ലി കൊടുക്കാനുള്ളത്. അതൊക്കെ ചോദിക്കാൻ കാരണം നമ്മൾ പതിവാക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ വർഷം 2026 അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.